പുണ്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭോചിതം ഇബാദത്ത് എന്ന പദം വരാവുന്നതാണ്. യഥാർത്ഥത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ്, അതെന്ന് വ്യക്തമായി പറഞ്ഞാൽ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇത് 1967 നവംബറിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. 1967 നവംബറിൽ തന്നെ ഇബാദത്തിന് എന്താണ് അർത്ഥമെന്ന് പ്രമുഖരായ 3 മുജാഹിദ് പണ്ഡിതന്മാർ ഇவ்விധം വ്യക്തമായി എഴുതിയിരിക്കുന്നു. എന്തൊക്കെയാണ് അർത്ഥം പറഞ്ഞത്? ഇതിൻ്റെ തലക്കെട്ട് ഇബാദത്തിൻ്റെ അർത്ഥങ്ങൾ എന്നാണ്. ഇബാദത്തിൻ്റെ അർത്ഥം എന്നല്ല, അഥവാ ആരാധന എന്നൊരർത്ഥമല്ല, അർത്ഥങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്തെല്ലാമാണ് അർത്ഥം? അത് താഴ്മ കാണിക്കൽ, ഭക്തി അർപ്പിക്കൽ, കീഴ്പ്പെടൽ, അനുസരിക്കൽ, വണങ്ങൽ, അടിമവേല ചെയ്യൽ, ആരാധിക്കൽ, പുണ്യം ചെയ്യൽ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിൽ സന്ദർഭോചിതം ഇബാദത്ത് എന്ന പദം വരാവുന്നതാണ്. ഖുർആനിലും ഹദീസിലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ആരാധന എന്ന അർത്ഥത്തിലാണ് മിക്കവാറും ആ പദം ഉപയോഗിക്കപ്പെട്ട് കാണുന്നത്. ഖുർആനിൽ ഇബാദത്ത് എന്ന് ഉപയോഗിച്ചത് പോലും ആരാധന എന്ന മിക്കവാറും സ്ഥലങ്ങളിലേ ഉള്ളൂ എന്നാണ് ബഹുമാന്യരായി പണ്ഡിതന്മാർ ഏകണ്ഠമായി പറഞ്ഞിരിക്കുന്നത്. മേൽ കാണിച്ച അർത്ഥങ്ങൾ വീണ്ടും പറയുകയാണ്, ചുരുക്കം ചിലപ്പോൾ മേൽ കണ്ട ഏതെങ്കിലും അർത്ഥത്തിനും ഉപയോഗിക്കപ്പെടാതില്ല. അഥവാ അനുസരണം, അടിമത്വം, അടിമവേല തുടങ്ങിയ അർത്ഥങ്ങളെല്ലാം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സൂറത്തുൽ മുഅ്മിനൂൻ 47-ാം ആയത്തിൽ നാം കണ്ടത്. അവിടെ ഇബാദത്തിന് അനുസരണം എന്നാണ് ഇവർ തന്നെ അർത്ഥം നൽകിയിരിക്കുന്നത്. മലയാള ഭാഷയിൽ ആരാധന എന്ന പദത്തിനും വരാവുന്നതാണെന്ന് കാണാം. ഇവിടെ എന്താണ് സംഭവമെന്ന് ചോദിച്ചാൽ, അനുസരണം, അടിമവേല, താഴ്മ കാണിക്കൽ, ഭക്തി അർപ്പിക്കൽ തുടങ്ങിയ എല്ലാ അർത്ഥങ്ങളും ഇബാദത്ത് എന്ന പദത്തിന് ഭാഷയിലുണ്ടെന്നും വിശുദ്ധ ഖുർആൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുമാണ് പ്രമുഖരായ ഈ 3 പണ്ഡിതന്മാരും പറഞ്ഞത്. എന്നിട്ടാണ് ഉമർ മൗലവി സാഹിബ് ലിസാനുൽ അറബിയും തേടി പോയതെന്നും അത് നോക്കിയിട്ട് മനസ്സിലായില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായി തോന്നുന്ന കാര്യം. ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇതേ സംബന്ധിച്ച് പ്രമുഖരായ മുജാഹിദ് പണ്ഡിതന്മാർ, വിശേഷം ബഹുമാന്യനായ പരേതനായ ഉമർ മൗലവി സാഹിബ് പറഞ്ഞ ഒരു കാര്യം, അള്ളാഹു അല്ലാത്തവർക്ക് അടിമത്വം അർപ്പിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എഴുതുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് അടിമവേല ചെയ്യൽ ഷിർക്കാണെന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിക്കുന്നു. അതും ഇസ്ലാമിൽ ഇല്ലാത്തൊരു പുതിയ വാദമാണെന്ന് ഞങ്ങൾ പറയുന്നു. അടിമവേല അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാമെന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പുരാതനമായ അധ്യാപനങ്ങളിൽ ഒന്നാണ്. സൽസബീൽ പുസ്തകം 3 ലക്കം 3 പേജ് 40. വീണ്ടും എഴുതുന്നു, ഇബാദത്ത് എന്ന പദത്തിന് അടിമത്തം, ദാസ്യവൃത്തി എന്ന അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് പാടില്ലെന്ന് പ്രബോധനം ചെയ്യുവാനായിട്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. എന്നാൽ അള്ളാഹു അല്ലാത്തവർക്ക് അടിമത്തം അദ്ദേഹം വിരോധിച്ചിട്ടില്ല. സൽസബീൽ പുസ്തകം 7 ലക്കം 7 പേജ് 11. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നാം മനസ്സിലാക്കണം. ഇബാദത്തിന് അടിമത്തം എന്ന അർത്ഥമുണ്ട് എന്ന് മർഹൂം PK മൂസ മൗലവി സാഹിബ്, A അലി മൗലവി സാഹിബ്, അമാനി മൗലവി സാഹിബ് എന്നിവർ അനേക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറയുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഉമർ മൗലവി സാഹിബ് തന്നെ പറഞ്ഞു, അള്ളാഹു അല്ലാത്തവർക്കുള്ള അടിമത്വം പാടില്ലാത്തതാണെന്ന് അദ്ദേഹം തന്നെ മറ്റൊരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. അഥവാ മീർസാ ഗുലാം അഹമ്മദിനെ കാദിയാനിസത്തെ വിമർശിക്കവേ, കാദിയാനി മതത്തിൻ്റെ പ്രവാചകനായി അവർ പരിചയപ്പെടുത്തുന്ന മീർസാ ഗുലാം അഹമ്മദിനെ വിമർശിക്കവേ അദ്ദേഹം എഴുതി, ഗുലാം അഹമ്മദ് എന്ന പേര് തന്നെ മുഅ്മിന് ചേർന്നതല്ല. കാരണം അഹമ്മദിൻ്റെ അടിമ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഷിർക്കിൻ്റെ നാമാതാവായ കള്ളപ്രവാചകനാണ് അദ്ദേഹം. സൽസബീൽ പുസ്തകം 2 ലക്കം 10. ഇവിടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഉമർ മൗലവി സാഹിബ് പറയുന്നു, ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞാൽ അഹമ്മദിൻ്റെ അടിമ എന്നാണ്. അഹമ്മദിൻ്റെ അടിമ എന്ന് പറയൽ ഷിർക്കിൻ്റെ പേരുള്ള ആളാണ് എന്നാണ്. എങ്ങനെയാണ്? നേരത്തെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയുണ്ടായിരുന്നു, സഹാബികൾക്ക് അടിമയുണ്ടായിരുന്നു, അതുകൊണ്ട് അള്ളാഹുവിന് മാത്രമേ അടിമത്വം പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല എന്ന് ഉമർ മൗലവി സാഹിബ് പറയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടിമ എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് പറഞ്ഞ അതേ ഉമർ മൗലവി സാഹിബ് തന്നെ പറയുന്നു, ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞാൽ അഹമ്മദിൻ്റെ അടിമ എന്നാണ് അർത്ഥം. അഹമ്മദിൻ്റെ അടിമ എന്ന് ഷിർക്കിൻ്റെ നാമതാവാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ആരെക്കൊണ്ടും സത്യം പറയിപ്പിക്കുമല്ലോ. അങ്ങനെ ഉമർ മൗലവി സാഹിബിനെ കൊണ്ടും ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പറയിപ്പിക്കുകയാണ് ചെയ്തത്. വസ്തുത എന്താണ്? നിങ്ങളുടെ റബ്ബ് ആരാണ്?
ഇത് ചോദിച്ചാൽ ലോകത്തിലെ ഏത് സത്യവിശ്വാസിയും പറയാൻ ബാധ്യസ്ഥമാണ് എൻ്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന്. ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും റബ്ബ് അല്ലാഹു ആണ്. അതേസമയം റബ്ബ് എന്ന പദം ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് വേണ്ടി മാതാപിതാക്കളോ ജ്യേഷ്ഠം പോലുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടി റബ്ബ് എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ റബ്ബ് ആരാണെന്ന ചോദ്യത്തിന് അല്ലാഹു എന്നാണ് ലോകത്തിലെ എല്ലാ വിശ്വാസികളും പറയുക. നീ ആരുടെ അടിമയാണ്? അത് അടിമകൾ അറബി സമൂഹത്തിലെ അടിമകളായി അറിയപ്പെട്ടിരുന്ന ബിലാൽ റളിയല്ലാഹുവിനോടോ അതുപോലെ യാസിർ റളിയല്ലാഹുവിനോടോ അല്ലെങ്കിൽ മറ്റു അടിമകളായിരുന്ന ആളുകളോടോ ചോദിച്ചിരുന്നെങ്കിൽ അവരൊക്കെ പറയുക ഞങ്ങൾ ഇന്ന ആളുടെ അടിമയാണെന്നല്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയാണെന്നാണ് പറയുക. അഥവാ ഒരു സത്യവിശ്വാസി പറയേണ്ടത് താൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നാണ്, മനുഷ്യൻ്റെ അടിമയാണ് എന്നല്ല. അഥവാ യഥാർത്ഥ അടിമത്വം അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഒരു കാര്യവും കൂടി നാം മനസ്സാക്കേണ്ടതുണ്ട്. അടിമത്വത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ പ്രയോഗത്തിൽ അള്ളാഹു അല്ലാത്തവരുടെ അടിമയാകാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല എന്നാണല്ലോ ഉമർ മൗലവി സാഹിബ് പറയുന്നത്. അതേസമയം ഈ ഗ്രന്ഥം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയതാണ്. അൽ ഉബൂദിയത്ത് എന്നാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതിന് 112-ാം പേജിലെ അവസാനത്തെ പാരഗ്രാഫ് ആരംഭിക്കുക തന്നെ വൈദാ കാന അബ്ദൻ ലിഗൈരില്ലാഹി യകൂനു മുശ്രിക്കൻ വകുല്ലു, പിന്നീട് അദ്ദേഹം പറയുന്നു ഒക്കുല്ലു മുസ്തക്ബിരിൻ ഫഹുവ മുശ്രിക്കും. വൈദാ കാന അബ്ദൻ ലിഗൈരില്ലാഹി യകൂനു മുശ്രിക്കൻ, ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ അടിമയായി തീർന്നാൽ അയാൾ മുശ്രിക്കായി തീർന്നു. ഉമർ മൗലവി സാഹിബ് ഇവിടെ പറയുന്നു അള്ളാഹു അല്ലാത്തവരുടെ അടിമയാകാൻ പാടില്ല എന്ന് പറയുക വഴി ജമാഅത്തെ ഇസ്ലാമിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന്. അതേസമയം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നു ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരുടെ അടിമയായാൽ അയാൾ മുശ്രിക്കായി തീർന്നു എന്ന്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിക്ക് അറിയുമായിരുന്നില്ലേ നബി തിരുമേനിക്ക് അടിമകളുണ്ടായിരുന്നു, സഹാബികൾക്ക് അടിമകളുണ്ടായിരുന്നു എന്ന്? എന്നിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം വളരെ വ്യക്തമാണ്. യഥാർത്ഥ അടിമത്വം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഇനി ഒന്നുകൂടി നാം മനസ്സാക്കുക. ഇമാം ഇബ്നു ഖയ്യിം ഇബാദത്തിൻ്റെ വിവക്ഷ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു അല്ലാ തകൂന ലിഗൈരിഹി അബ്ദൻ, അള്ളാഹു അല്ലാത്ത ആരുടെയും അടിമയാവാതിരിക്കുക എന്നത് സത്യവിശ്വാസിയുടെ ഗുണവിശേഷമാണ്, അത് ഇബാദത്തിൻ്റെ താല്പര്യമാണ് എന്ന് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അൽ ഖസീദത്തുൻ നൂനിയ. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു വഇന്നമാ ഇബാദത്തുൽ ഉമറായി ഹുവ ത്വാഅതും ഫീമാ ലം യഅ്ദനില്ലാഹു ഫീഹി, അള്ളാഹു അനുവദിക്കാത്ത കാര്യത്തിൽ നേതാക്കളെ അനുസരിക്കലാണ് അവർക്കുള്ള അടിമത്വമെന്ന് തഫ്സീറുൽ കബീർ ഭാഗം 7 പേജ് 103 ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കിൻ്റെ ഇനങ്ങൾ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അഷ്ഷിർക്കുൽ അക്ബർ, ഏറ്റവും വലിയ ഷിർക്ക്, അർബഅൻവായിൻ, 4 ഇനമാണ്. ഏറ്റവും വലിയ ഷിർക്ക്, ചെറിയ ഷിർക്കല്ല, വലിയ ഷിർക്ക് 4 ഇനമാണ്. അതിൽ മൂന്നാമത്തേതായി പറഞ്ഞ ഷിർക്ക് ത്വാ, അനുസരണത്തിലെ ഷിർക്ക് എന്നാണ്. വദ്ദലീലു, അതിനുള്ള തെളിവ് ഖൗലുഹു തആല ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, ജൂത ക്രൈസ്തവ സമൂഹം അവിടെ പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവെ കൂടാതെ റബ്ബുകളാക്കി എന്ന ആയത്താണ് തെളിവെന്നും ആ ആയത്ത് തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഷിർക്കിലെ ഏറ്റവും ഗുരുതരമായ ഗൗരവപൂർണ്ണമായ വലിയ ഷിർക്കിലെ മൂന്നാമത്തെ ഇനം അനുസരണ ഷിർക്കാണ് എന്ന്. അഥവാ അനുസരണ ഷിർക്ക് എന്നത് സയ്യിദ് മൗദൂദിയോ ജമാഅത്തെ ഇസ്ലാമിയോ പുതുതായി ആവിഷ്കരിച്ച ഒരു കാര്യമല്ല എന്നും ആ അനുസരണ ഷിർക്ക് എന്നത് പൂർവികരായ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ വലിയ ഷിർക്കുകളുടെ ഗണത്തിൽ എണ്ണിപ്പറഞ്ഞ എന്ന് പറഞ്ഞാൽ 4-ാമത്തെ ഷിർക്കുൽ മഹബ്ബയേക്കാൾ മുന്നിലായി 3-ാമത്തേതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ് അനുസരണ ഷിർക്ക് എന്ന കാര്യം നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം അതിന് പറഞ്ഞ ന്യായമോ തഫ്സീറുഹാ അല്ലദീ ലാ ഇഷ്കാല ഫീഹി, അതിൻ്റെ തഫ്സീർ, ഏത് തഫ്സീർ? ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്നതിൻ്റെ തഫ്സീർ ലാ ഇഷ്കാല ഫീഹി ലാ ത്വാഅത ലാ ഇഷ്കാല ഫീഹി, അതിലൊരു സംശയം പോലുമില്ല. ത്വാഅത്തുൽ ഉലമായി വൽ ഇബാദി ഫിൽ മഅസിയത്തി ലാ ദുആഹും ഇയ്യാഹും, അത് പണ്ഡിതന്മാരെയും മറ്റു മനുഷ്യരെയും അനുസരിക്കലാണ്, അവരോട് പ്രാർത്ഥിക്കലല്ല. അഥവാ പ്രാർത്ഥനാപരമായ ഒരു അനുസരണമല്ല, അവരോട് പ്രാർത്ഥിക്കലല്ല എന്നാണ് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. മറിച്ച് പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹു വിലക്കിയ കാര്യത്തിൽ അനുസരിക്കലാണ്. കമാ ഫസ്സറഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅദി ബിൻ ഹാത്തിം ലമ്മാ സഅലഹു
ആദിബിൻ റളിയല്ലാഹു അൻഹു നബി തിരുമേനിയോട് ചോദിച്ചപ്പോൾ